100 രൂപ വെച്ച് നമ്മൾ സർവൈവ് ചെയ്യാൻ പോവാം. മെട്രോ സ്റ്റേഷൻ ലിഫ്റ്റ് ആകാവോ? ഏറ്റവും ചെറിയ വിലയുള്ള കോഫി ഉണ്ടോ? നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന മസിലെ കണ്ട ആരും നിർത്തും. നീ ചോദിക്കും മെട്രോ സ്റ്റേഷൻ വരെ ലിഫ്റ്റ്. മെട്രോ സ്റ്റേഷൻ മെട്രോ ലുലുന്ന് നമ്മൾ നടക്കുക കേട്ടോ. എല്ലാത്തിനും 10 രൂപകൾ കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചലഞ്ച് വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നില്ലേ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് അല്ലേ ആംബ്രോനോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് ഇനിയിപ്പോ എന്നെ വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് മറക്കണ്ട. ആംബ്രോ, ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഒരു ഡേ ഫുൾ പുറത്തായിരിക്കും വിത്ത് 100 റുപ്പി. നമ്മളെ കയ്യില് വെറും 100 രൂപ ആയിരിക്കും ഉണ്ടാവുക. നിനക്കൊരു 100 രൂപ ഞാൻ തരാം. ഒരു 100 രൂപ പിടിച്ചോ. നിനക്കൊരു 100 രൂപ ഞാൻ തന്ന് എന്റെയിലും ഒരു 100 രൂപ ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം ഇന്ന് നമ്മള് സർവൈവ് ചെയ്യാൻ. കാറ് നമ്മൾ ഒരു സ്ഥലത്ത് വെക്കും. ഇവിടെ തന്നെ ഇപ്പൊ കാറ് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നടക്കാൻ കാല് മതിയല്ലോ നമുക്ക്. 100 രൂപ നമുക്ക് 100 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന്? അതെ, അപ്പൊ ബാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഞാനുണ്ട് കൂടെ. നന്നായി. ഞാനും പ്രത്യേകിച്ച് കഴിച്ചില്ല, ചെറുതായിട്ട് കഴിച്ചിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഇന്നത്തെ ചലഞ്ച്. ഒരു ചീറ്റിംഗ് ഒന്നും ഇല്ല ആംബ്രോ. ഓക്കെ, കാർ നമ്മളിവിടെ വെക്കും. കാറോ ബൈക്കോ ഒരു സംഭവം ഇല്ല. വേണമെങ്കിൽ വേറെ ഏത് ഓട്ടോ വിളിച്ചാലും ഓട്ടോയുടെ ക്യാഷ് ഈന്ന് കൊടുക്കണം. ഇന്ന് എന്ത് ചെയ്യുകയാണെങ്കിലും ഈ 100 രൂപ എന്നായിരിക്കും നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ. 100 രൂപ വെച്ച് നമ്മൾ സർവൈവ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, വീഡിയോക്ക് പോവാം. നമ്മൾ അങ്ങനെ കാറിന് ഇറങ്ങി. അല്ലെ, കാർ പറ്റത്തില്ലല്ലോ, കാറിന്റെ പിന്നെ സിമ്പിൾ അല്ലേ, ചൂടെടുക്കത്തില്ല, എവിടെ വേണേ പോവൊക്കെ ചെയ്യാം. ഇന്നാണ് പൊരിഞ്ഞ വെയില. അതെ അതെ അതെ. അപ്പൊ നമ്മള് നൈസ് കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഇനിയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ വെയിലത്ത്? നടക്കും. ആംബ്രോ, ഈ ചലഞ്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോ നിന്റെ 100 രൂപ ഞാൻ ചിലപ്പോ കട്ടെടുത്തെന്നൊക്കെ വരും. അതെ, നീ എങ്ങാനും അവിടെ എങ്ങാനും വെച്ച് മറക്ക, അല്ല ഇങ്ങനെ എടുക്കൊക്കെ എനിക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അല്ല സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. മനസ്സിലായോ? ഓക്കെ ഗൈസ്, നമ്മളിപ്പോ മോർണിംഗ് ഇറങ്ങിയിട്ട് രാവിലെ ചായ കുടിച്ചിട്ടില്ല. ഉച്ചക്ക് ഫുഡ് എവിടാന്ന് അറിയില്ല, ഒരു അറിവുമില്ല. 100 രൂപ വെച്ചിട്ട് ഇന്നത്തെ ഡേ ഫുള്ള് ടൈമില്ല. ഇന്നത്തെ ഡേ നിനക്ക് ഇനി ആംബ്രോക്ക് പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യും? വെള്ളം കുടിക്കുന്നതിന് 20 രൂപ ഒരു ബോട്ടിൽ വെള്ളത്തിന്. അതെ, 80 രൂപ കാണും. അതെ, എനിക്ക് പ്രോട്ടീൻ ഞാനൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ടഫാണ്, ഒന്നാമത് നല്ല വെയിലാണ് ഗൈസ്. വീട്ടിലും അല്ലേ, നമ്മള് വീട്ടിലാണേ ഒക്കെ എന്തെങ്കിലും ചെയ്യാം. 20 രൂപ പോയി ഒരു ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്കറിയില്ല, നീ അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ ഫോണായിട്ട് ഞാൻ പോവും. പറഞ്ഞേക്കാം, അതൊക്കെ നിന്റെ ഇഷ്ടം. നീ സർവൈവ് ചെയ്യണം. 100 രൂപ എനിക്ക് മാത്രം ഇല്ല ഇല്ല. ഇരിക്കുന്നത് വെയിലില്ലാത്ത സ്ഥലമാണ്, പക്ഷെ നല്ല വെയിലാണ് ഗൈസ്. അപ്പുറത്തൊക്കെ നല്ല വെയിലാണ്. ഈ ആംബ്രോന്റെ കൂടെ എന്തിനാ ആംബ്രോ വരുന്നേ? എന്ത് കഷ്ടമാണ്. ഓക്കെ, നമ്മൾ രാവിലത്തെ കോഫി എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാലേ നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കും എന്ത് ചെയ്താൽ 100 രൂപന്റെ ഉള്ളിലോട്ട് ഒതുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ക്രെഡിറ്റ് കിട്ടുന്ന കടയപ്പോ എനിക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അതൊന്നും എനിക്കറിയാം. എനിക്കിവിടെ ക്രെഡിറ്റ് കിട്ടും, നിനക്ക് കിട്ടത്തില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ കിട്ടും ക്രെഡിറ്റ്. അങ്ങനെ പറ്റത്തില്ല. എന്ത് ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കണം. നമ്മുടെ ചെക്കന്മാരുടെ കട, ഞാൻ അവിടെ പോയി ക്രെഡിറ്റ്. ഞാൻ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ചിലപ്പോ അവര് കടക്കെ തരൂ. എന്താണ് വറ്റ് അല്ല വറ്റല്ല പറ്റ് തരും. നോക്കാം. ആദ്യം ഞാൻ കോഫി എന്ത് കുടിക്കട്ടെ, കാരണം രാവിലത്തെ എന്താ കുടിക്കാൻ എന്തോ വേണ്ട. കരിക്കാണ് ഇന്ന് ഹെൽത്ത് ഇല്ല, ഹെൽത്ത് കിട്ടൻസ് ഇല്ല ഇന്ന്. നമ്മളെപ്പോഴും കുടിക്കുന്ന കോഫി ഷോപ്പാട്ട് ഇത്. നോക്കാം, ഒരു കോഫിക്ക് എത്ര എനിക്ക് ചോദിച്ചോക്കാം അല്ലേ. നമ്മളെപ്പോഴും കുടിക്കുന്ന കോഫി ഷോപ്പിൽ എത്തിയിട്ടോ. ചേട്ടാ, ഒരു കോഫിക്ക് എത്ര? 12. ഏറ്റവും ചെറിയ വിലയുള്ള കോഫി ഉണ്ടോ? ചെറിയ വിലയുള്ള 12 സ്റ്റാർട്ടിങ്. 12 കേട്ടോ സ്റ്റാർട്ടിങ് ബ്ലാക്ക് കോഫി. കോഫി വേണ്ടിയില്ലായിരുന്നു തോന്നുന്നു, പക്ഷെ ഭയങ്കര വെയിലാണ്. കണ്ട മുഖം കണ്ട ചൂടാണ്. വെള്ളം മേടിച്ചാൽ ഒരു ബോട്ടിന് 20 രൂപ അല്ലേ? 20 രൂപ ആണ് കേസ്. അതിന്റെ ഈ 12 പോകുന്ന നിനക്ക് ഇഷ്ടമുള്ള പോലെ. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാനും ചെയ്യും. ആ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി. ക്യാമറക്ക് വേണം എടുത്തോ, 2 പപ്സൊക്കെ വേണം എടുത്തോ, അവിടെ പ്രോട്ടീനൊക്കെ കയറട്ടെ ഗൈസ്. അപ്പം നമ്മള് 2 ടീ കുടിക്കുകയാണ്. ഫാൻ്റെ അടുത്തിരുന്നു കേട്ടോ, വെയിൽ കാരണം.
അല്ല ഞാൻ പഞ്ചസാര ഇല്ലാത്തതാണ്. അപ്പൊ ഈ പഞ്ചസാരന്റെ വില ഒരു കുറയ്ക്കുകയോ 12 ഒരു 10 ആക്കുകയോ ചോദിച്ചൂടെ? ചോദിച്ചോക്കാല് 100 12 പോയ എത്ര? 88. ഓക്കെ. എന്താണ് എംബ്രോ നോക്കുന്നേ? എനിക്ക് ഫുഡ് മേടിക്കാൻ പോവാ. പൈസ എനിക്കൊരു വിഷയമില്ല, 100 രൂപ കുഴപ്പമില്ല. പ്രോട്ടീൻ വേണോ ചോദിച്ചാൽ അഹങ്കാരം വേണ്ടേ? നീ മേടിക്കണം. ഇതും ഒരു കേക്കും ഒരു പപ്സും പാഴ്സൽ. എംബ്രോ എന്റെ ഞാൻ തരത്തില്ല കേട്ടോ പൈസ. കരഞ്ഞിട്ട് കാര്യമില്ലേ? ഒരു കോഫിയും ഒരു പപ്സും ഈ കേക്കും കൂടെ എത്രയായി? 45. എല്ലാം ഞാൻ 40 കേട്ടോ. എനിക്കിവിടെ ക്രെഡിറ്റ് ഉള്ളേ. ഇതിന്റെ മേടിച്ചോ 12 രൂപ? എനിക്കും തരുമോ? ഞാൻ നാളെ എനിക്ക് 12 മതി. എനിക്ക് 12 മതി. എനിക്ക് തരുമോ? പറ്റ്. എനിക്കറിയത്തില്ല. ഞാൻ നാളെ തരാം. എന്റെ വീട് ഇപ്പുറത്ത് തന്നെ, പാലാരിവട്ടം. ഇവൻ കാരണം എനിക്ക് അവിടുന്ന് പറ്റി കിട്ടി. ഓക്കെ, പക്ഷെ ആള് എനിക്ക് ചിലപ്പോ എന്റെ സൗന്ദര്യത്തിൽ വീണ് പോയിട്ടുണ്ടാവും. ചിലപ്പോ എന്നെ കണ്ടിട്ട് മനസ്സിലായിണ്ടാവും. നാളെ ഞാൻ കൊടുക്കണ്ടേ അല്ലേ? നാളെ എന്റെ കാര്യം ഞാനാ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ആള്. നീ നിന്റെ കൊടുക്കുക എന്തേ ചെയ്തോ? നീയാണ് ശരിക്കും ഇവിടുന്ന് ആലപ്പുഴ പോകുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഗൈസ് ഇത് നമ്മളിപ്പോ ഇവിടെ കേട്ടോ, എന്താണ് സ്റ്റേഡിയത്തിന്റെ അടുത്താട്ടോ. അങ്ങനെ 12 രൂപ ലാഭിച്ച് നമ്മള്. ഞാൻ കൊടുക്കില്ല, പറ്റും. ഇവന്റെ ഷോപ്പിൽ ഇവന്റെ മേടിച്ചോളൂ. നീ കൊടുക്കണം കേട്ടോ എന്റെ കൂടി. 12 കേക്കിന്റെയും പപ്സിന്റെയും പൈസ അത് ഞാൻ അറിയണ്ട. ഞാൻ കഴിച്ചല്ലേ? നീ കഴിച്ചത് ഇപ്പൊ ടോട്ടല് എന്തായാലും നീ കഴിച്ച നീ പിന്നെ കൊടുത്തു. ഞാൻ കഴിച്ച 48 എന്തായാലും നമ്മളേല് രണ്ടാളിൽ 100 രൂപ ഉണ്ട്. അവിടെ എന്റെ 100 വെയിലാണ് കുറച്ചോനെ. 100 പോയാ? എന്റെ 100 ഉണ്ട്. 100 ഉണ്ട് കേട്ടോ. വാവ്, എന്നാ എനിക്ക് എന്തെങ്കിലും അവിടുന്ന് കഴിക്കായിരുന്നു കേട്ടോ. കഴിപ്പിക്കാം. നാളെ ഞാൻ കൊടുക്കേണ്ടി വരും. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഇരിക്കാനുള്ള സ്പോട്ട് കിട്ടിയാലും ഇരിക്കാവോ. കാറ് വല്ലതും ഉണ്ടായപ്പോ എന്തൊരു സുഖമായിരുന്നു. ചുമ്മാ കാറിനോണ്ട് ഇരുന്നാ മതിയായിരുന്നു. ഗൈസ് ഇവിടെ അവിടെ ഒരു സ്പോട്ട് കണ്ടിട്ടോ. അപ്പോ സോ ഗൈസ് ഇവിടെ ഒരു ബെഞ്ച് കിട്ടി, ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും ബ്രോ? കുറച്ച് നടക്കാറുണ്ട്, മെട്രോ എടുക്കാം. ഇന്നത്തെ ഡേ നമ്മൾ വീട്ടിൽ പോവില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിങ്ങോട്ട് പോരായിരുന്നു. ഓട്ടോ എടുത്ത് നല്ല പൈസ ഓട്ടോ എടുത്താലും മിനിമം 30 രൂപ. ഷെയർ ഇടാനുണ്ടോ? നോ ഷെയറിങ്, സോറി. ഷെയറിങ് ഈസ് കെയറിങ് ആണെങ്കിൽ, പക്ഷെ ഇവിടെ അങ്ങനെ കെയറിങ് ഇല്ല, മനസ്സിലായോ? ഓട്ടോ എടുത്താൽ മിനിമം 30 രൂപ കൊടുക്കണം. പിന്നെ ലിഫ്റ്റ് അടിക്കലാണ്. അത് കൊള്ളാല്ലേ? ഓ സോറി, ഇത് എന്റെ അടി. ഇല്ല, നീ എന്താ ചെയ്തത്? ഞാൻ ഇവനോട് എന്തിനാ ഇതൊക്കെ പറയുന്ന പടച്ചോനെ? ബൈക്കിൽ ലിഫ്റ്റ് അടിക്കുക നല്ലതാ. പക്ഷെ എങ്ങോട്ടപ്പോ പോവാ ഗൈസ്? നമ്മൾ സത്യം വേറെ വേറെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ വേറെ വേറെ ചെയ്തത് ശരിയാവും തോന്നി. കാരണം ഇവന് ഉടായ്പ് കാണിച്ച് ഞാൻ എങ്ങനെ അറിയും? ഇവന് വീഡിയോ എടുക്കുമ്പോ ഉടായ്പ് കാണിച്ചിട്ട് ബാക്കി വീഡിയോ എടുത്താൽ പോരെ? കണ്ടോ ചിരിക്കുന്നുണ്ടോ? അവന്റെ മനസ്സിലാതിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച എങ്ങോട്ട് പോവാണെങ്കിലും ഒരുമിച്ച് പോവാൻ. നല്ല വെയിലുണ്ട്, അതാണ് ബെറ്റർ. അല്ലെ ഞാൻ ഉടായ്പ് കാണിക്കും ഉറപ്പാ. ലിഫ്റ്റ് കിട്ടുവാ നോക്ക്. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുറച്ചല്ലേ നടക്കാന്? ഓ കുറച്ചല്ല, അധികം ഉണ്ട്. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ട്. അത് വെയിലാണ്ട്, അല്ലെങ്കിൽ ഞാൻ നടന്നതിന് സീനില്ല. നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ട് എന്താണ് ഏതെങ്കിലും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ പോലെ പക്ഷെ നമുക്ക് ഭയങ്കര മടി. ഈ ലിഫ്റ്റ് അടിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ മുഖത്ത് നോക്കുന്നു. നമ്മൾ ചോദിച്ചാൽ ബൈക്ക് വേണ്ടെന്ന്, കാരണം ബൈക്ക് രണ്ടാളും സെപ്പറേറ്റ് ആയി പോകും. അതെ, അപ്പൊ നമ്മള് വല്ല കാറെങ്ങാനും ലിഫ്റ്റ് അടിക്കാൻ നോക്കാം. പക്ഷെ കാറൊക്കെ വലിയ കാറുകളാണ് വരുന്നത് അല്ലേ? നോക്ക അവരെന്തായാലും നിർത്തില്ലാന്ന് പറഞ്ഞു. ലിഫ്റ്റ് ഒക്കെ കാലത്ത് ആരും കൊടുക്കുവോ? പക്ഷെ 2 പേരുണ്ടാവും സീൻ ഉണ്ടാവില്ലേക്കില്ലേ? 2 പേര് കേറണല്ലേ? എങ്ങനെയാലും നമ്മൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ, ഒരാളായിട്ട് കേറിയിട്ട് പ്രത്യേകിച്ച് എന്നൊക്കെ തട്ടിക്കൊണ്ട് പോയാലോ എന്ത് ചെയ്യൂ? അവിടെ 2 ആൾക്ക് കൂടി പോവാ ഒരു കാറിന്. അതാ ബെറ്റർ. ഏത് വണ്ടി വരുമോ? സ്കൂട്ടി വേണ്ട, വേണ്ട. ഹെൽമെറ്റും ഉണ്ടാവില്ല, സീനാണ്. കുറച്ചോനെ വെയിലേ ഗൈസ്. ഒരു കാറ്, പക്ഷെ ആ കാറ് നിർത്തൂല തോന്നിട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ടെങ്കിൽ സീനാണല്ലോ. ആ യൂട്ടേൺ എടുക്കില്ലേ ഗൈസ്? ഒരു കാറ് വരുന്നുണ്ട്, നോക്കാം. ഞാൻ ചോദിക്കില്ലട്ടെ, നീ ചോദിക്കണേ പ്ലീസ്. ഇനി നാണോ ഇവിടെ ഫാസ്റ്റാ അങ്ങോട്ട് പോയോനെ. ഒരു മെട്രോ സ്റ്റേഷൻ ലിഫ്റ്റ് ആക്കാവോ? ആണോ? ആ ശരി ശരി ശരി. എന്ത് അവൻ അർജന്റ് ഉണ്ടോ? ലിഫ്റ്റ് ഇല്ല, ആകെ
അതെന്തോ അർജുനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ചമ്മി ഫസ്റ്റ് ലിഫ്റ്റ് ഞാൻ ഈ മസില് കണ്ട ആരും നിർത്തുന്നു. ഉപകാരമില്ല നിന്നെ കൊണ്ട്. അതെ, നമ്മള് നൈസിലൊന്ന് സ്പോട്ട് മാറ്റിയിട്ട്, കാരണം അവിടെ കിട്ടുന്നില്ല അല്ലേ, അവിടെ എല്ലാ വണ്ടിയും ഭയങ്കര സ്പീഡിലാ പോകുന്നേ അല്ലെ. അപ്പൊ നമ്മള് വേറെ അതെ സ്പോട്ട് ഒന്ന് മാറ്റി. ഇവിടെ പിന്നെ ഒരു മെല്ലെ പോകുന്നു. വേണ്ട ഒരു മടി ചേട്ടാ. ലിഫ്റ്റ് ലിഫ്റ്റ് ഇത് കൊള്ളാടെ, എനിക്ക് ഇഷ്ടാ വണ്ടി. സെറ്റ് ഈ വണ്ടി ആമ്പ്ര കൈ നിട്ട്, ഞാൻ നിട്ടിന്. നീ ചോദിക്കേ ബ്രോ. മെട്രോ സ്റ്റേഷൻ വരെ ലിഫ്റ്റ്. മെട്രോ സ്റ്റേഷൻ, മെട്രോ കലൂര്. അങ്ങോട്ട് പോവായിരുന്നോ? ഓക്കെ. മെട്രോ സ്റ്റേഷൻ വരെ ആക്കിയാണോ ലിഫ്റ്റ്? അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടിട്ടോ. നമ്മളെ മെട്രോ സ്റ്റേഷൻ എത്തിട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ. പോയിട്ട് നീ എങ്ങോട്ടാ വരുന്നത്? പോയിട്ട് വരാന്നൊക്കെ. നീ പോയിട്ട് വരാന്നൊക്കെ നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തി. മെട്രോ സ്റ്റേഷനിലേക്ക് ഒരുപാടുണ്ടല്ലേ? ഞാൻ അടുത്ത നോക്കിയപ്പോ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ലുലുലേക്ക് എത്രാന്ന് ചോദിച്ചു നോക്കാം. 20 രൂപക്കാണ് കിഷു. 20 രൂപ നോക്കാം. ഞാൻ പറഞ്ഞു 20 ആവുന്ന. ഞാൻ പറയുന്നത് 30 രൂപ. 30 ആണെങ്കിൽ പോവൂല നമ്മള്. നടക്കാൻ ഇടപ്പള്ളി വരെ. പക്ഷെ 30 ഞാൻ പോകും. നമ്മളല്ല, ഞാൻ പോകും. ലുലു പോയ പിന്നെ സമാധാനം അല്ലേ? ചൂടില് AC നിൽക്ക. പിന്നെ അവിടുത്തെ ഫുഡ് പിന്നെ എന്താന്ന് എനിക്ക് തോന്നുന്നില്ല മേടിക്കാൻ കഴിയും. നോക്കാം എങ്ങനാന്ന്. ആദ്യം ചോദിച്ചു നോക്കിട്ടോ എത്രാണെന്ന്. ഇടപ്പള്ളി അല്ലേ? ഇടപ്പള്ളി. ഒരാൾക്ക് എത്ര ചോദിച്ചത്? ഇടപ്പള്ളി ഒരു എത്ര ടിക്കറ്റിന്? ഒരാൾക്ക് 20. അപ്പൊ എടുത്തോ ഒരെണ്ണം. അപ്പൊ ഞാനോ ഇവിടെ ഞാനക്ക് പിന്നെ തന്നാ പോരെ? അങ്ങനെ ശരിയാകത്തില്ല. അതെന്താ ടിക്കറ്റ് വേറെ, എന്റെ ടിക്കറ്റ് വേറെ. വല്ല സാധനം. ഒരെടപ്പള്ളി. ഓക്കെ. 50, 60, 70, 80, 90, 100. ഓക്കെ. എന്നാലും ആംബ്രോ, ഞാൻ സത്യം ചോദിച്ചു നീ എനിക്ക് കൂടുതൽ എടുക്കുന്ന. എന്താ ഞാൻ ചോദിച്ചു നീ എനിക്ക് കൂടുതൽ എടുക്കുന്ന. എന്താണ് ആംബ്രോ അങ്ങനെ? 70 അല്ലേ? 80 രൂപ ഉണ്ടല്ലേ ഇനി? അതെ. ഇനി 6 മിനിറ്റ് ഉണ്ട് കേട്ടോ വരാന്. നമ്മളെ മെട്രോ വന്നു. വെള്ളമൊന്നും വെച്ചില്ലല്ലേ അവര്? ചില മെട്രോ സ്റ്റേഷൻ ഉണ്ടാവുള്ളൂ വെള്ളം. അങ്ങനെ കുടിക്കുക. വെള്ളത്തിന് 20 രൂപ. ഓ മേ. ഇവിടുത്തെ ടോയ്സിന്റെ ഞാൻ കളിക്കുക അടക്ക്. എനിക്കറിയില്ല, ടെക്നിക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വലിയ ഊക്കാണ്. പൈസ ഇല്ല. നല്ല രസമുണ്ട്. ലാജിക്ക് ഒരു കൂട്ടായി അല്ലേ? ഇങ്ങനൊക്കെ ടൈം പോക്കാൻ കഴിയുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി നീ എന്തോ ഉദ്ദേശിച്ചത്. എന്നെ പോലെ ഇല്ല എന്ന് പറഞ്ഞത്. ഞാനത് ഇതാണ് ഞാൻ പെർഫെക്റ്റ്. ഇത് കൊള്ളാം. അവിടുന്ന് എക്സിറ്റ് ആയി. അവിടുന്ന് ഫുഡ് കോർട്ട് പോയപ്പോൾ നല്ല സ്മെല്ല് ബിരിയാണിയിലൊക്കെ പോകണം. പിന്നെയാണ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്താ അറിയില്ല, ടൈം പോകുന്നില്ല. സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നോണ്ടാണ് തോന്നുന്നു ടൈം പോകുന്നില്ല. അതെ, കഴിക്കാൻ വേണ്ട. നീ കഴിച്ച 80 രൂപക്ക് എന്താ കിട്ടും? എന്താണ് കഴിച്ചത്? നമ്മളാ താവട്ടെ ഈ മെട്രോക്കല്ല പോകുന്നത്. വെള്ളം എന്തെങ്കിലും മേടിച്ചിട്ട് വെള്ളം കുടിക്കാല്ലേ നമ്മള്? 10 രൂപ അങ്ങനല്ല. എനിക്ക് വെള്ളം വേണേ നീ കുടിച്ചോ. എനിക്ക് ഇവിടെ വേറെ ഫ്രണ്ട്സ് രാവിലെ നമ്മൾ നടക്കാൻ പോവുകയാണ്.
ഇനി തിരിച്ച് മെട്രോ എടുക്കുന്നില്ല, തിരിച്ച് നടന്നു പോവുക. അതെ, ചങ്ങമ്പുഴാണ് അടുത്ത സ്റ്റോപ്പ്. അത് കഴിഞ്ഞ പാലാരൂട്ട് എന്റെ സ്റ്റോപ്പ്. ചങ്ങമ്പുഴ എത്തിയ കുറച്ചുള്ള എന്റെ സ്റ്റോപ്പ്. പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് എല്ലാവരും പോകുന്നേ. എന്തായാലും നമ്മള് ഇവിടുന്ന് എക്സിറ്റ് ആവാം അല്ലേ? ലുലുന്ന് നമ്മൾ നടക്കുക കേട്ടോ, നടക്ക. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? നമ്മൾ മെട്രോ വിളിച്ചാൽ അവിടെ പോയിട്ട് 80 രൂപ. പക്ഷെ മെട്രോ വിളിച്ചാല് പിന്നെ നമ്മള് 20 രൂപ കുറയും. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇന്നൊരു സ്ഥലത്ത് പോയി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നടക്ക. ഇത് വല്ല ചെറിയ എന്ത് ഷോപ്പ് കാണുമ്പോ പെട്ടിപ്പീടിന്ന് അങ്ങനെ എന്ത് മേടിക്കുക. ഓക്കെ, ഇവിടെ നിന്നൊന്നും എന്താ ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എടപ്പള്ളി പള്ളിയൊക്കെ കഴിഞ്ഞ്. പക്ഷെ മെട്രോ സ്റ്റേഷൻ കാണുന്നില്ല അടുത്ത മെട്രോ സ്റ്റേഷൻ. അടുത്ത ചങ്ങമ്പുഴ വരുന്നേ. അല്ല, അടുത്ത ചങ്ങമ്പുഴ. പക്ഷെ നമ്മള് കറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ ആണോന്ന് എനിക്ക് ഉറപ്പില്ല. നമ്മളെ പ്ലാൻ എന്താ വെച്ചാല് ഫുഡ് കഴിക്കണോ? ഒന്ന് കഴിച്ചിട്ട് ഇപ്പൊ എത്ര മണിയായി? ഉച്ച ആയില്ലേ? ഉച്ച ആവുന്നു. എത്ര മണിയായി? 1:30 ഒക്കെ ആവുന്നിട്ട് ഗൈസ്. അപ്പൊ രാവിലത്തെ ഫുഡ് കഴിച്ചാൽ നമ്മളൊരു കോഫി കുടിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഗൈസ്. ഐ മീൻ എനർജി ഒക്കെ ഉണ്ട്, എന്നാൽ എൻ്റെ ഫേസ് പക്കാ ഡൗൺ ആവുന്നുണ്ട്. കോഫി കുടിച്ച്. പക്ഷെ എന്തിനാ കഴിക്കണേ ആംബ്രോ? ആംബ്രോക്ക് എന്തായി ആംബ്രോ? സൈഡായിട്ടോ. പക്ഷെ നടന്നിരുന്ന് എത്തുന്നില്ല. കുറച്ചോനെ മെട്രോ ഇതാ പോകുന്നു മേലെ കൂടെ. കൊരങ്ങനെ അവിടെ. നീയോ അത് സെയിം കളർ? നമ്മളിപ്പം ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷന്റെ അടിയിലാണ്. എന്നത്തോട് വയ്യേ സൈഡായ. സ്റ്റാർട്ടിങ്ങൊക്കെ രസമുണ്ടായിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ടീസ് കൂടി വരുന്നു ഗൈസ്. ഇപ്പൊ നമ്മൾ നോക്കിയ മെട്രോ സ്റ്റേഷന്റെ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് 5 മിനിറ്റ് ഇരുന്ന് കുറച്ച് നാട്ടുവിശേഷമൊക്കെ സംസാരിച്ച് നമുക്ക് മെല്ലെ നടന്ന് പോവാം. ഇനി 2 സ്റ്റോപ്പ് കൂടി ഉള്ളൂ. എനിക്കറിയില്ല, കിലോമീറ്റർ എനിക്കറിയില്ല. പക്ഷെ ഈ സ്റ്റോപ്പ് ഭയങ്കര ലെങ്ത് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പാലാരോട്ടത്തിൽ നിന്ന് കലൂരിന് കുറച്ചേ ഉള്ളൂ. അതന്നെ, കലൂർ സ്റ്റേഡിയാണ് ആദ്യം വരുന്നത്. കഴിഞ്ഞിട്ടാണ് കലൂർ വരുന്നത്. നമ്മളെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. വെള്ളം കുടിക്കാത്തോണ്ടാണ് തോന്നുന്നു. വെള്ളം മേടിച്ച് കുടിക്കാം. പൈസ നോക്കണ്ട. ടിക്കറ്റിന് മാത്രം, കോഫിക്ക് പിന്നെ പൈസ കൊടുക്കേണ്ടി വന്നില്ല. ടിക്കറ്റിനുള്ള പൈസ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വെള്ളം ഒരു ബോട്ടിൽ നല്ല, ഒരു ബോട്ടിൽ ഇപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കൂല. നമ്മളപ്പോ ഒരു കരിക്ക് കുടിക്കാൻ വിചാരിച്ചു. ഷെയർ ഇടാണ് ബ്രോ? ഷെയർ അല്ലേ? കാരണം വേറെ ഫുഡ് കഴിക്കുന്ന വെച്ചാൽ കരിക്ക് കുടിച്ചാൽ ഒന്നുള്ളൂ ഇട്ട മേടിക്കുന്നത്. കാരണം ഒരു കരിക്കിന് 60 രൂപയാണ്. അല്ലാ, 30 അല്ലേ? നോക്കാം. നമ്മളങ്ങനെ ഹാഫ് മനസ്സിലാവും. കുടിച്ചിട്ട് കുറച്ചുള്ളന്ന് പറയല്ലേ. നീ കഴിക്കാലോ, ഇങ്ങനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഷെയറിങ് ഞാൻ നോക്കാം. അവിടെ നിക്ക്. നീയാണ് ഒരുപാട് കഴിച്ചത്. അപ്പൊ നീ എക്സ്ട്രാ ഇടണം 10 രൂപ. അങ്ങനെ ഉണ്ട്. കൊടുക്ക്. ഞാൻ തരാ. ഞാൻ തരും, സത്യം പറയാൻ തരും. നീ കൊടുക്ക്. 30 തരുവേ. 30 സാധനാണ്. നീ തൊടണ്ട. 30 50 രൂപ ഉള്ളു നമ്മളില്. അങ്ങനെ വേറെ സ്പോട്ടിൽ വന്ന് നമ്മളിൽ ആകെ 50 രൂപയാണ്. ഇവിടെ നോക്കിയേ, ദോശ എല്ലാത്തിനും 10 രൂപ ഉള്ളു കേട്ടോ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ച് കഴിക്കാൻ പോവാ. നമ്മള് എന്താ പറയാ, ഷെയർ ചെയ്യാ അല്ലേ? അപ്പൊ 50 ഈ 100 രൂപ കഴിക്കുക, ഇത് തീർക്കുക. അതെ, എന്നിട്ട് നമുക്ക് വേറെ എന്തേലും പോയി കഴിക്കാം. നോക്കാം. ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, ഗ്രീൻ ഫിഷ് കറി, മുട്ട കറി. ചേച്ചി കപ്പൊക്കെ എത്ര? കപ്പ 30. നമ്മൾ കപ്പ ബിരിയാണി കഴിക്കാനാണ് പ്ലാൻ. പക്ഷെ കപ്പ ബിരിയാണിക്ക് 80 രൂപ അല്ലേ? 90 രൂപ. അങ്ങനെ 100 രൂപ ഉണ്ടല്ലേ കയ്യിൽ. ഞാൻ 40, 80. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കപ്പ ബിരിയാണി മേടിച്ച് ഷെയർ ആക്കുക കേട്ടോ. ബാക്കി നമ്മളതിൽ എത്ര ഉണ്ടാവും? 10 രൂപ ഉണ്ടാവും. അത് നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. അതിപ്പോ ഇത് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. നമ്മളങ്ങനെ നമ്മളെ കാറിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യമൊക്കെ രസമുണ്ട്, പക്ഷെ പിന്നെ കൂടുന്തോറും ഇത് ഒന്നാമതില്ലേ ഫുഡല്ല നമുക്ക് സീന്.
ഫുഡ് പിന്നെ കുഴപ്പമില്ല, പക്ഷെ നടന്ന് നമ്മളൊരു നല്ല വെയിലായിരുന്നു, അതിൽ നമ്മൾ അങ്ങോട്ട് എനർജി പോയി. അതെ 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 അതെ, ആ ഇളന്നി കുടിച്ചോണ്ടൊക്കെ സീനിലായിരുന്നു അല്ലേ, ഇളന്നി. അങ്ങനെ നമ്മൾ ഈ ചലഞ്ചിൽ നിന്ന് സക്സസ് ആയി പിന്നെ സക്സസ് അതന്നെ. ഞാൻ പോയിട്ട് വേറെ ഒന്നും കഴിക്കത്തില്ല, ഈ ചലഞ്ച് അങ്ങനെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. യെസ് ഗൈസ്, പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്. വെയിലല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇതായനെ. വെയിലത്ത് നമ്മൾ നടന്നു അന്ന് കല്ലൂര്, അതെ കല്ലൂര് സ്റ്റേഡിയം വരെ നമ്മൾ നടന്നു. എന്തോരം നടന്നു, ഇത്ര നമ്മൾ നടന്നില്ല അല്ലേ. അപ്പൊ ഗൈസ് എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വേറെ ടൈപ്പ് ഓഫ് 24 hour അങ്ങനത്തെ ചലഞ്ച് ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ ബ്രോ, അപ്പൊ കൊടുത്തേ.